പശ്ചിമ ബംഗാളിലെ ഇന്ത്യൻ ബ്ലോക്കിനുള്ളിൽ സീറ്റ് വിഭജനത്തെ ചൊല്ലിയുള്ള അഭ്യൂഹങ്ങൾക്കിടയിൽ ശ്രദ്ധേയമായ പ്രഖ്യാപനവുമായാണ് TMC നേതാവ് മമതാ ബാനർജി എത്തിയിരിക്കുന്നത്. മികച്ച പ്രാധാന്യം നൽകിയില്ലെങ്കിൽ സംസ്ഥാനത്തെ 42 ലോക്സഭാ സീറ്റുകളിലും സ്വതന്ത്രമായി മത്സരിക്കാൻ പാർട്ടി തയ്യാറാണെന്നാണ് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. പാർട്ടിയുടെ മുർഷിദാബാദ് ജില്ലാ ഘടകത്തിന്റെ സംഘടനാ യോഗത്തിലാണ് പാർട്ടി അധ്യക്ഷ കൂടിയായ ബാനർജി തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഗണ്യമായ ന്യൂനപക്ഷ ജനസംഖ്യയുള്ളതും പരമ്പരാഗതമായി കോൺഗ്രസിന്റെ കോട്ടയായി കണക്കാക്കപ്പെടുന്നതുമായ പ്രദേശമാണിത്. ഈ സീറ്റുകൾ ഉൾപ്പെടെ കോൺഗ്രസ് ചോദിച്ചിട്ടുണ്ട്. ജില്ലയിലെ 3 ലോക്സഭാ സീറ്റുകളിലും TMCയുടെ വിജയത്തിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞ യോഗത്തിൽ അവർ പാർട്ടി നേതാക്കളോട് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് തയ്യാറാകണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. 2019 തെരഞ്ഞെടുപ്പിൽ 5 തവണ MP-യും സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷനുമായ അധീർ രഞ്ജൻ ചൗധരി നേടിയ ബഹരംപൂർ സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് നിലനിർത്താൻ കഴിഞ്ഞത്. അതേസമയം ഒരു TMC നേതാവ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇന്ത്യ ബ്ലോക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളികളിൽ ഒന്നാണ് തൃണമൂൽ പാർട്ടി എന്ന് ഞങ്ങളുടെ പാർട്ടി മേധാവി മമതാ ബാനർജി വ്യക്തമായി പ്രസ്താവിച്ചു. എന്നാൽ ബംഗാളിൽ ഞങ്ങളെ ഒഴിവാക്കി RSP, CPI, CPIM എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയാൽ ഞങ്ങൾ സ്വന്തം പാത വെട്ടിത്തുറക്കും. 42 സീറ്റുകളിലും പോരാടി വിജയിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമെന്നാണ് നേതാവ് കോൺഗ്രസിനെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞത്. ജില്ലയിലെ 3 ലോക്സഭാ സീറ്റുകളിലും വിജയിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണമെന്ന് പാർട്ടി അധ്യക്ഷ പറഞ്ഞു. ന്യൂനപക്ഷങ്ങൾക്ക് ആധിപത്യമുള്ള ജില്ലയിൽ അധീർ രഞ്ജൻ ചൗധരി ഒരു ഘടകമാണെന്ന് ഞങ്ങളുടെ MLA-മാരിൽ ഒരാളായ ഹുമയൂൺ കബീർ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഈ വാദത്തിന് വലിയ പ്രാധാന്യം നൽകാൻ ബാനർജി വിസമ്മതിച്ചു. TMC ഒറ്റക്കെട്ടായി പോരാടിയാൽ വിജയം ഉറപ്പാണെന്ന് അവർ പറഞ്ഞുവെന്നാണ് മറ്റൊരു TMC നേതാവ് പറഞ്ഞത്. ദേശീയ തലത്തിൽ CPIM നേതൃത്വത്തിലുള്ള ഇടതുമുന്നണിയും കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും 28 പാർട്ടികളുള്ള ശക്തമായ ഇന്ത്യൻ പ്രതിപക്ഷ ബ്ലോക്കിന്റെ ഭാഗമാണ്. എന്നാൽ പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനും BJPക്കും എതിരായ നിലപാടാണ് CPIM-ഉം കോൺഗ്രസും സ്വീകരിച്ചത്. കോൺഗ്രസിന്റെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെ അടിസ്ഥാനമാക്കി 2 സീറ്റുകൾ മാത്രമാണ് TMC വാഗ്ദാനം ചെയ്തത്. എന്നാൽ ഇതിന് കോൺഗ്രസ് തയ്യാറല്ല. 2019 തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് തൃണമൂൽ കോൺഗ്രസ് 22 സീറ്റും കോൺഗ്രസ് 2 സീറ്റും BJP 18 സീറ്റും നേടി. ലോക്സഭയിലെ കോൺഗ്രസ് നേതാവ് കൂടിയായ ചൗധരി ബഹരംപൂർ സീറ്റിൽ വിജയിച്ചപ്പോൾ മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന അബു ഹസീം ഖാൻ ചൗധരി മാൾഡ ദക്ഷിണിൽ നിന്ന് തുടർച്ചയായ 3ാം വിജയവും നേടിയിരുന്നു.